Hey everybody, welcome back to the classes. Thank you so much for joining. ഇന്ന് നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ 11th ക്ലാസ് ആണ് അല്ലേ. നമ്മുടെ ചാനലിൽ ഇപ്പോൾ ടുഡേ ഈസ് ഗോണ ബി 23rd ക്ലാസ് ഓഫ് ഇംഗ്ലീഷ് റൈറ്റ്. സോ എല്ലാവരും ഇന്ന് ആദ്യമായിട്ട് വരുന്ന ആളുകൾ എന്ത് ചെയ്യുക, നമ്മുടെ ഈ പ്ലേലിസ്റ്റിൽ പോയിട്ട് ഡേ 1 മുതലുള്ള ക്ലാസ്സുകൾ കാണും. ഇന്ന് മുതൽ നമ്മൾ കോൺവെർസേഷണൽ ഇംഗ്ലീഷിലാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇന്ന് നമ്മൾ ജസ്റ്റ് നമ്മളിപ്പോൾ സ്മോൾ ടോക്സ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? സ്മോൾ ടോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ മലയാളത്തിൽ പറയില്ലേ, കുശലാന്വേഷണം നടത്തുക എന്ന് പറയില്ലേ. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പം നമ്മളൊരു ജസ്റ്റ് ഒരാളെ കാണുമ്പോൾ എന്തെങ്കിലും ഒന്ന് പറയണ്ടേ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചോദിക്കാതെ പോയാൽ മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചോദിക്കില്ലേ. സോ അത്തരം ചോദ്യങ്ങൾക്കാണ് നമ്മൾ സ്മോൾ ടോക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഇപ്പോൾ ചായ കുടിക്കാൻ ഒരു ചായക്കടയിലേക്ക് കയറി ചെല്ലണം. സോ നമ്മളെ പരിചയമുള്ള 1-2 ആളുകൾ അവിടെ ഇരിക്കണമെങ്കിൽ എന്താ വിശേഷം എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ മറ്റുള്ള എങ്ങനെയുണ്ട് ഇപ്പോൾ പിന്നെ അസുഖമൊക്കെ കുറവുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒരു പരിചയപ്പെടാനല്ല, നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് സംസാരിക്കേണ്ടതെന്ന് വിചാരിച്ച് സംസാരിക്കുന്നില്ല. അതിനാണ് നമ്മൾ ഈ സ്മോൾ ടോക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അത് കാഷ്വൽ സിറ്റുവേഷൻസ് ഉണ്ടാവും, ഫോർമൽ സിറ്റുവേഷൻസ് ഉണ്ടാവും. ഇപ്പോൾ ഒരു ഓഫീസിലാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഓഫീസിൽ തന്നെ നമ്മൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ചെല്ലുമ്പോൾ സ്റ്റാഫിൻ്റെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് എന്തൊക്കെയാണ് വിഷയം, എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം എന്നൊക്കെ ചോദിച്ചിട്ട് ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് ചോദിക്കില്ലേ. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു കല്യാണത്തിന് പോയി നമ്മുടെ കുറച്ച് റിലേറ്റീവ്സിനെയൊക്കെ കണ്ടു. സോ അവരുടെ അടുത്ത് നമ്മൾ എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയുണ്ട് ഇപ്പോൾ ഹെൽത്തൊക്കെ എങ്ങനെയുണ്ട്, ചെക്കപ്പൊക്കെ ചെയ്യാറില്ലേ എന്നൊക്കെ ചോദിക്കുക. അല്ലെങ്കിൽ നമ്മുടെ അമ്മായിൻ്റെ വിവരം എന്താണ്, അവരുടെ അസുഖമൊക്കെ കുറവുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ വളരെ കാഷ്വലായിട്ട് പിന്നെ ചില സിറ്റുവേഷൻസിൽ നമ്മൾ ചോദിക്കുന്ന ഈ ഒരു ഇത്തരം സംഭവങ്ങൾക്കാണ് സ്മോൾ ടോക്സ്, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറയുന്ന കുശലാന്വേഷണം എന്നൊക്കെ പറയുന്ന സംഭവം. സോ അങ്ങനത്തെ ചില സിനാറിയോസ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. സോ ഇത് അതിൻ്റെ പാർട്ട് 1 ആണ്. കാരണം പല സിറ്റുവേഷനിലും ഉള്ള സ്മോൾ ടോക്സ് വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലേ. അതേപോലെ സ്മോൾ ടോക്സിൽ തന്നെ പല ടോപ്പിക്സും വരും. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ചു, ആരോഗ്യ വിവരങ്ങളൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാര്യമായ ടോപ്പിക് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ കയറി പിടിക്കുന്ന ഒരു സംഭവമാണ് എന്ത്, കാലാവസ്ഥ അല്ലേ. എന്തൊരു ചൂടാണ് അല്ലേ എന്നൊക്കെ ചോദിക്കും അല്ലേ. അല്ലെങ്കിൽ നിങ്ങളവിടെയൊക്കെ എത്ര ചൂടുണ്ടോ, അല്ലെങ്കിൽ ഇന്നലെ മഴ പെയ്തോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ ആ കോൺവെർസേഷൻ മുന്നോട്ട് കൊണ്ടുപോകണ്ടേ. മിണ്ടാതെ ഇരിക്കാനും വയ്യ, എന്നാൽ പ്രത്യേകിച്ച് ഒന്നും ചോദിക്കാനില്ല. അപ്പോഴാണല്ലോ നമ്മൾ ഇതുപോലെ കാലാവസ്ഥ എടുത്തിടുന്നത്. സോ ഇങ്ങനെ നമ്മൾ സ്മോൾ ടോക്സിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഡിഫറെൻറ്റ് സിനാരിയോസ് നമ്മൾ നോക്കുന്നുണ്ട്. അതുപോലെ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിലുള്ള സ്മോൾ ടോക്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെ എന്താ പറയുക, ഒരു 2 ക്ലാസ് ആയിട്ട് പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് നമുക്കിത് ചെയ്യാം. കാരണം വളരെ ലോങ് വീഡിയോ ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതിൻ്റെ നോട്ട്സ്, എല്ലാ ക്ലാസ്സിൻ്റെയും നോട്ട്സ് ഞാൻ പറയാറുണ്ട്, നിങ്ങളോട് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. സോ ഇതിൻ്റെ നോട്ട്സ് പാർട്ട് 1 പാർട്ട് 2 രണ്ടും കൂടി ഒരുമിച്ചായിരിക്കും നോട്ട്സ് വരിക. സോ നോട്ട്സ് ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നോട്ട്സിൽ നമ്മൾ ഓരോ ക്ലാസ്സിലും ഡിസ്കസ് ചെയ്യുന്ന മെയിൻ പോയിന്റ്സ് ഒക്കെ ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ സ്പീക്കിംഗ് എക്സസൈസോ ട്രാൻസ്ലേഷൻ എക്സസൈസോ അല്ലെങ്കിൽ തെറ്റായ ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ കറക്റ്റ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള എക്സസൈസുകൾ ആവശ്യമുള്ള സ്ഥലത്ത് അതും കൊടുത്തിട്ടുണ്ടായിരിക്കും.